നമസ്കാരം. വചന സമീക്ഷയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ 12:46. എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിക്കാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നു. യേശുക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് എന്നതാണ് ഏറ്റവും ലളിതമായി ഈ ഒരു വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നിൽ, അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കരുത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു എന്നൊരു വെളിച്ചം ഈ ഭൂമിയിലേക്ക് വന്നത്. ആ വെളിച്ചം നമ്മൾ ഓരോരുത്തരിലേക്കും പകർന്നു തന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്തിനു വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതെന്ന് വളരെയധികം വ്യക്തമായും ലളിതമായിട്ടുമാണ് ഈ ഒരു വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏവർക്കും വചന സമീക്ഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചു തന്നു. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ എന്തിനാണ് യേശുക്രിസ്തു വന്നതെന്നും അതിൽ നിന്നും ഓരോരുത്തർക്ക് എന്തൊക്കെയാണ് ലഭിച്ചതെന്നും ബൈബിളിലെ ഓരോ വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ഒരു ഉപമയായിട്ട് പറയുവാൻ സാധിക്കുന്ന ഒരു ചെറിയൊരു സ്റ്റോറിയാണ് ഞാനിന്ന് പറയുന്നത്. അതിനൊക്കെ മുൻപ് നമുക്കൊരു കോൾ വരുന്നുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് കോൾ ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് മണി ജോസഫ്. മണി ജോസഫ്, കോന്നിന്നാണല്ലേ? അതെ. ഓക്കെ. എൻ്റെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? എന്റെ വീട്ടിൽ ഹസ്ബൻഡ് ഉണ്ട്, മോന്റെ വൈഫ്, 2 കുഞ്ഞുങ്ങളുണ്ട്. ആഹാ. കുഞ്ഞുങ്ങളുടെ പേരെന്താണ്? ഒരാള് ജോണ്, ഒരാള് ഇമ്മാനുവേൽ. ഇമ്മാനുവേൽ. ഓക്കെ. നല്ല പേരാണ്. പഠിക്കുവാണോ രണ്ടുപേരും? മോള് 9ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും. ആഹാ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: പെരുവെള്ളത്തിൻ്റെ ഇരമ്പൽ പോലെ ജനതകൾ ഇരമ്പുന്നു എങ്കിലും ദൈവം അവരെ ശാസിക്കുമ്പോൾ അവർ എന്താണ് ചെയ്യുന്നത്? അവർ ദൂരത്തേക്ക് ഓടിപ്പോകും. അതെ, ആൻസർ കറക്റ്റാണ്. അവർ ദൂരത്തേക്ക് ഓടിപ്പോകും. കറക്റ്റാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ആൻറ്റി ഇതൊരു പാട്ട് പാടുന്നുണ്ടോ? അയ്യോ ഇല്ല, പാട്ട് ആണല്ലേ, പാട്ട് പാടത്തില്ലല്ലേ? നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം: ദൈവം അവരെ ശാസിക്കുമ്പോൾ ദൂരത്തേക്കുള്ള അവരുടെ ഓട്ടം എങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത്? കാറ്റിന് മുമ്പിൽ പർവ്വതങ്ങളിലെ പതിർ പോലെയും കൊടുങ്കാറ്റിന് മുമ്പിൽ വിരുന്നു പറക്കുന്ന പൊടി പോലെയും പോകും. അതെ, ആൻസർ കറക്റ്റാണ്. കാറ്റിന് മുൻപിൽ പർവ്വതങ്ങളിലെ പതിരു പോലെയും കൊടുങ്കാറ്റിനു മുൻപിൽ പൊടി പോലെയും പാറിപ്പോകും. കറക്റ്റാണ് കേട്ടോ ആൻസർ. ഓക്കെ. ഇനിയും ആൻറ്റിക്ക് ബൈബിളിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീ കഥാപാത്രത്തെ കുറിച്ച് പറയാമോ? അതെ, സ്ത്രീ കഥാപാത്രം. യോഖേബേദ്. ഓക്കെ. എന്തുകൊണ്ടാണ് യോഖേബേദിന് ഇഷ്ടം? 3 മാസം വളർത്തിയിട്ട് അതിനെ കൊല്ലത്തില്ലെന്നുള്ള ഒരു സന്ദേഹം ഉണ്ടായി. പിന്നെ ലോകത്തിൽ കേൾക്കാത്ത പോലെ സ്വന്തം കുഞ്ഞിന് പാല് കൊടുത്തിട്ട് പൈസ വാങ്ങിച്ച ഒരു വ്യക്തിയാണ്. പിന്നെ ആ കുഞ്ഞിനെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി ഒരു പ്രവാചകനാക്കിയ ഒരു അമ്മയാണ്. അതുകൊണ്ട് ഈ കാരണങ്ങൾ കൊണ്ടാണല്ലേ? ഓക്കെ. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാരണങ്ങളും ആൻറ്റി പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം: ശീഘ്രദൂതന്മാരെ ആരുടെ അടുക്കലേക്കാണ് അയച്ചത്? ആരുടെ അടുക്കലേക്കാണ്? അതായത് ജനതകളുടെ അല്ലേ? ഓക്കെ. എന്തായാലും ആൻസർ കറക്റ്റാണ്, ജനതകളുടെ. ഓക്കെ. ഇനി ബൈബിളിൽ നമ്മൾ പുതിയ നിയമം എടുക്കുമ്പോൾ യേശുക്രിസ്തു ചെയ്തിട്ടുള്ള ഒരുപാട്
നല്ല പ്രവൃത്തികളെക്കുറിച്ച് അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു അത്ഭുത പ്രവൃത്തിയെക്കുറിച്ച് പറയാമോ? വിധവയുടെ മകനെ ഉയർപ്പിച്ചതല്ലേ, ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, ഒരു അത്ഭുത പ്രവൃത്തിയാണ് ആ വിധവയുടെ മകനെ ഉയർപ്പിച്ചത്. ആൻറ്റിക്ക് ആ ഒരു അത്ഭുത പ്രവൃത്തി ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്താ? ആ അമ്മയുടെ മകനെ ഏക മകനായിരുന്നു, അമ്മയ്ക്ക് വേറെ ആയിരുന്നു ആശ്രയമില്ലായിരുന്നു, അവര് വിധവയായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തില് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം അവരുടെ മകൻ ഉയർത്തണമെന്നുള്ളതായിരുന്നു. അതെ, അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണല്ലേ. ഓക്കെ. അപ്പോൾ ഒരു അമ്മയുടെ മനസ്സാണ് ആൻറ്റി പ്രധാനമായിട്ടും പറയുന്നതല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും ആ ഒരു അത്ഭുത പ്രവൃത്തി ആൻറ്റിക്ക് ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം ഒരു അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അമ്മ എന്നൊരു കാര്യമാണ് ആൻറ്റി പ്രധാനമായിട്ടും അത്രത്തോളം പ്രാധാന്യം കൊടുത്ത് ആൻറ്റി പറയുന്നത്. നമുക്കിനി എന്തായാലും അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: യഹോവ പർവ്വതത്തിന്മേൽ കൊടി ഉയർത്തുകയും കാഹളം ഊതുകയും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് ആരാണ്? ആരാണ് ശ്രദ്ധിക്കുന്നത്? സർവ്വനിവാസികളും അതെ അതെ, ആൻസർ കറക്റ്റാണ്. ഭൂതലത്തിലെ സർവ്വനിവാസികൾ. ഓക്കെ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. ഓക്കെ, എന്തായാലും ഇന്ന് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു ആൻറ്റി. ഇപ്പോൾ കോന്നിയിൽ നിന്നും മണി ജോസഫ് ആൻറ്റിയാണ് വിളിച്ചത്. ആൻറ്റി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈബിളിലെ ചില കാര്യങ്ങൾ സംസാരിച്ചു. നല്ലൊരു കോളായിരുന്നു. നമുക്കിനി കഥയിലേക്ക് പോകാം. ഒരു ഗ്രാമത്തിൽ വളരെയധികം കുസൃതിയായിട്ടുള്ളൊരു കുഞ്ഞുണ്ടായിരുന്നു. ഈ വീട്ടിലെ അപ്പനും അമ്മയും എന്തൊക്കെ പറഞ്ഞാലും ഈ കുഞ്ഞ് തൻ്റെ ഇഷ്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. കാരണം അത്രത്തോളം കുസൃതിയായിരുന്നു ഈ കുഞ്ഞിന്. നമുക്കറിയാം, ഒരു 9-10 വയസ്സാകുമ്പോൾ എല്ലാ കുട്ടികളിലും പ്രധാനമായിട്ടും ഒരു കുസൃതി കാണും. കാരണം അവർ അത്രത്തോളം ആക്റ്റീവായിരിക്കുന്ന ഒരു പ്രായമാണത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ അവർക്ക് പ്രത്യേക താല്പര്യമായിരിക്കും. പ്രത്യേകിച്ചും മാതാപിതാക്കൾ എന്താണോ ചെയ്യരുതെന്ന് പറയുന്നത് അതിന് ഓപ്പോസിറ്റായിട്ട് ചെയ്യുവാൻ ഒട്ടുമിക്ക മക്കൾക്കും വളരെയധികം താല്പര്യമായിരിക്കും. അത്തരത്തിലൊരു കുട്ടിയാണ്, ആ കുട്ടിയെക്കുറിച്ചാണ് ഞാനും ഇന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഈ കുട്ടി സ്കൂളിൽ പോയിട്ട് വന്നതിന് ശേഷം എല്ലാ ദിവസവും മാതാപിതാക്കൾ അടുത്തുള്ള ചില കുട്ടികളുമായിട്ട് വൈകുന്നേരം കളിക്കുവാൻ വേണ്ടി തൊട്ടടുത്തുള്ളൊരു ഗ്രൗണ്ടിലേക്ക് ഈ മകനെ പറഞ്ഞേക്കും. അവിടെ പോയി തൻ്റെ സമപ്രായക്കാരായ ഒരുപാട് പേരുടെ കൂടെ കുട്ടി കളിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം കളിക്കുവാൻ വേണ്ടി പോയപ്പോൾ കുറേ നേരം നിന്ന് കളിച്ചു. ഈ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് തൊട്ടടുത്തൊരു മരത്തിൽ ഒരു തേനീച്ചയുടെ കൂട് ഈ കുട്ടി കാണുന്നത്. അപ്പോൾ മകൻ ഇത്രത്തോളം കുസൃതി ഉള്ളത് കൊണ്ട് തന്നെ മാതാപിതാക്കൾ മകൻ കളിക്കുമ്പോൾ അവിടെയൊക്കെ വന്ന് നോക്കാറുണ്ട്. കാരണം എന്തെങ്കിലും പറ്റിപ്പോയാൽ, മകൻ എന്തെങ്കിലും അപകടം പറ്റിയാൽ അതൊരിക്കലും ഈ മാതാപിതാക്കൾക്ക് സഹിക്കാൻ കഴിയില്ല. കാരണം സ്വന്തം മകന് ഒന്നും പറ്റാതെ അത്രത്തോളം സംരക്ഷിക്കേണ്ടത് ഓരോ മാതാപിതാക്കളുടെയും കടമയാണ്. അതുകൊണ്ട് മകൻ എന്ത് കാര്യം ചെയ്താലും ഒരു ശ്രദ്ധിക്കാറുണ്ട് ഈ മാതാപിതാക്കൾ. അങ്ങനെ ഇന്ന് വൈകുന്നേരം കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു തേനീച്ചക്കൂട്ടിനെ ഈ മകൻ ശ്രദ്ധിക്കുന്നതായിട്ട് അപ്പൻ്റെ ശ്രദ്ധയിലും പെട്ടു. അപ്പോൾ ഈ തേനീച്ചക്കൂട്ടിനെ ഈ മകൻ ബാക്കിയുള്ള സുഹൃത്തുക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട്, തേനീച്ചക്കൂടാണ്, നമ്മൾ അതിനെ ശല്യം ചെയ്യാൻ പോയാൽ നമ്മളത് വന്ന് കുത്തും, നമുക്ക് എന്തെങ്കിലും അപകടം പറ്റും. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ കൂടെയുള്ള സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. പക്ഷേ ഈ മകൻ ഇതൊന്നും കേൾക്കുന്നില്ല. അവനൊരു കല്ലെടുത്ത് എങ്ങനെയെങ്കിലും ആ തേനീച്ചക്കൂടൊന്ന് തകർക്കണം, അതായിരുന്നു അവൻ്റെ മനസ്സിലൊരാഗ്രഹം. അപ്പോൾ കുറച്ച് അകലെ നിന്നുകൊണ്ട് മാതാപിതാക്കളും പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യരുത്, ആ തേനീച്ചയെ കല്ലെറിയരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ മകൻ ഇതൊന്നും കേൾക്കുന്നില്ല. അപ്പനും അമ്മയും പറയുന്നതിന് വിപരീതമായിട്ട് തന്നെ പ്രവർത്തിക്കുവാൻ തയ്യാറാവുകയാണ്. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും കുറച്ച് മുതിർന്നവരും എല്ലാവരും പറഞ്ഞിട്ടും അതൊന്നും അനുസരിക്കാതെ ഈ മകൻ തനിക്കിഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാൻ തന്നെ തുടങ്ങുന്നു. ഒരു കല്ലെടുത്ത് ആ തേനീച്ചയ്ക്ക് നേരെ കല്ലെറിഞ്ഞു. അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. പിന്നെ അവിടെ എന്താണ് സംഭവിച്ചതെന്നും തുടർന്ന് മറ്റു ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിനു മുൻപ് നമുക്കൊരു കോൾ വരുന്നുണ്ട്. ഇന്നത്തെ രണ്ടാമത്തെ കോൾ ആരാണെന്ന് നോക്കാം.
ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? അന്നമ്മ എബ്രഹാം. അന്നമ്മ എബ്രഹാം. ആൻറ്റി എവിടെ നിന്നാണ് വിളിക്കുന്നത്? അടിമാലിയിൽ നിന്നാണ് വിളിക്കുന്നത്. അടിമാലിയിൽ നിന്നാണല്ലേ? ഓക്കെ. ആൻറ്റി വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ആൻറ്റി മാത്രമാണല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആ വേദഭാഗം വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കിയായിരുന്നു. വായിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദയയാൽ സിംഹാസനം സ്ഥിരമാക്കപ്പെടുമ്പോൾ വിശ്വസ്തയോടെ അതിന്മേൽ ആരൂഢനാകുന്നവൻ എവിടെ നിന്നാണ് വരുന്നത്? എവിടെ നിന്നാണ് വരുന്നത്? അതെ, ആൻസർ കറക്റ്റാണ്. ദാവീദിന്റെ കൂടാരത്തിൽ നിന്ന്. കറക്റ്റാണ് കേട്ടോ. ഓക്കെ. ആൻറ്റി പാട്ട് പാടുമോ? പാട്ട് പാടും. ആണോ? എങ്കിലൊരു പാട്ട് പാടാമോ? എന്തായാലും പാടാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞേ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. ഹലോ. ഹലോ. ഓ, രണ്ടുപേരെയും പാടിയുള്ളൂ അല്ലേ? പാടിയുള്ളൂ. ഓക്കെ. കുറച്ചും കൂടെ പാടായിരുന്നു കേട്ടോ. പാടായിരുന്നു. ഓക്കെ, എന്തായാലും നല്ല പാട്ടായിരുന്നു. പഴയ പാട്ടാണല്ലേ? പഴയ പാട്ടാ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, ദാവീദിന്റെ കൂടാരത്തിൽ നിന്ന് വരുന്നവൻ എങ്ങനെയുള്ളവനാണ്? നമ്മൾ പറഞ്ഞേ. അല്ല, ദാവീദിന്റെ കൂടാരത്തിൽ നിന്ന് വരുന്നവൻ എങ്ങനെയുള്ളവനാണ്? ന്യായതൽപരനായിരിക്കുന്നത്. എന്തൊക്കെയാണ്? ന്യായതൽപരനായിരിക്കുന്നത്. ന്യായതൽപരൻ, വേഗതുള്ളവനായും നേരോടെ ഇരിക്കും. ഒരിക്കൽ കൂടെ കറക്റ്റായിട്ട് പറയാമോ ആൻറ്റി? കറക്റ്റാണ് ആൻസർ. ന്യായതൽപരനായും നീതി നടത്തുവാൻ വേഗതുള്ളവനായും നേരോടെ ഇരിക്കും. അതെ, ആൻസർ കറക്റ്റാണ്. ന്യായപാലകൻ, ന്യായതൽപരൻ, നീതി നടത്തുവാൻ വേഗതയുള്ളവൻ. കറക്റ്റാണ് കേട്ടോ. ഇനി ആൻറ്റിക്ക് ബൈബിളിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ കുറിച്ച് സംസാരിക്കാമോ? എനിക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം ദാനിയേലിനെ ഇഷ്ടമാണ്. പിന്നെ യോസഫിനെ ഇഷ്ടമാണ്. യോസഫിനെ ഇഷ്ടമാണല്ലേ? അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളാണ്. ഓക്കെ ഓക്കെ. ദാനിയേലിനെ എന്തുകൊണ്ടാണ് ഇഷ്ടം? ദാനിയേല് പിന്നെ രാജാവ് മറ്റേ ബിംബത്തെ നമസ്കരിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എന്ത് വന്നാലും ജീവൻ പോയാലും ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കുമെന്ന ദൃഢനിശ്ചയം എടുത്ത് ബിംബത്തെ ആരാധിക്കാതെ ദൈവത്തെ ആരാധിച്ചവനാണ്. അതാണ് ദാനിയേലിനെ കുറിച്ച് പറയാനുള്ളത്, ദാനിയേലിന്റെ പ്രവചനം. ഓക്കെ. എല്ലാവരും പ്രധാനമായിട്ട് ദാനിയേലിനെ കുറിച്ച് പറയുമ്പോൾ, ദാനിയേൽ എന്നൊരു പേര് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഓടി വരുന്ന കാര്യങ്ങളാണ് ആൻറ്റിയും പറഞ്ഞത്. അതായത് ദാനിയേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി മൂന്നാമത്തെ ചോദ്യം, അങ്ങനെ സിംഹാസനം സ്ഥിരമാക്കപ്പെടുന്നത് എങ്ങനെയാണ്? അങ്ങനെ സിംഹാസനം സ്ഥിരമാക്കപ്പെടുന്നത് എങ്ങനെയാണ്? സിംഹാസനം എങ്ങനെയാണ് സ്ഥിരമാക്കപ്പെടുന്നത്? നീതിയോടെ. നീതി. ശരിയാണ് ആൻറ്റി. ആൻറ്റിയുടെ ബൈബിളിൽ നീതിയാൽ എന്നാണോ കൊടുത്തിരിക്കുന്നത്? ഓക്കെ ഓക്കെ. അപ്പം ബൈബിളിൻ്റെ വ്യത്യാസമാണ്. നമ്മുടെ ബൈബിളിൽ ദയ എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്തായാലും ആൻസർ കറക്റ്റാണ് കേട്ടോ. നീതിയാൽ, ദയയാൽ, എന്തായാലും ആൻസർ കറക്റ്റാണ്. എല്ലാത്തിനും ഒരേ അർത്ഥമാണല്ലോ. ഓക്കെ. നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. അവസാന ചോദ്യം, ദയ ലഭിക്കുന്നതിൽ നിന്ന് മോവാബിനെ അകറ്റിയത്
അവരുടെ എന്തു പാപമാണ്? എന്തു പാപമായിരുന്നു? മോവാബിന്റെ ഗർവം. മോവാബിൻ്റെ ഗർവം. ഗർഭം. ആ ഓക്കെ, ഗർഭം കറക്റ്റാണ്. അതായത് നിഗളം അല്ലേ? ആ, ഗർവം അതിനകത്ത്. ആ, എന്തായാലും ബൈബിളിൻ്റെ ഒരു ചെറിയൊരു ട്രാൻസ്ലേഷൻ്റെ വ്യത്യാസമാണ്. എന്തായാലും ആൻസർ കറക്റ്റാണ്. ഗർഭം നമ്മുടെ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് നിഗളം. ആൻസർ കറക്റ്റാണ് കേട്ടോ. ആ, ഓക്കെ ആൻറ്റി. അപ്പോൾ 4 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. ആ, ഓക്കെ, എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ആയിക്കോട്ടെ. ഓക്കെ. ഓക്കെ ആൻറ്റി. ഇപ്പോൾ അടിമാലിയിൽ നിന്നും അന്നാമ്മ അബ്രഹാം ആൻറ്റിയാണ് വിളിച്ചത്. ആൻറ്റി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പാട്ടുപാടി ദാനിയലിനെ കുറിച്ച് സംസാരിച്ചു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആ ഒരു കുഞ്ഞു കുട്ടിയെക്കുറിച്ചാണ്. അപ്പോൾ അവിടെയുള്ള പലരും പറഞ്ഞിട്ട് അതൊന്നും മനസ്സിലാക്കാതെ പെട്ടെന്നൊരു കല്ലെടുത്ത് ആ തേനീച്ചക്കൂട്ടത്തിന് നേരെ ഈ കുഞ്ഞ് കല്ലെറിയുകയാണ്. കല്ലെറിഞ്ഞത് കണ്ടപ്പോൾ തന്നെ ആ മാതാപിതാക്കൾക്ക് മനസ്സിലായി ഇനി അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. കാരണം നമ്മൾ കരുതുന്നത് പോലെയല്ല, തേനീച്ചകൾ നമ്മുടെ കണ്ണിലോ പല്ലിലോ ഒക്കെ കുത്തിയാൽ എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാതാപിതാക്കൾ വളരെയധികം ഭയന്നു. ചുറ്റുമുണ്ടായിരുന്ന എല്ലാവരും പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടപ്പോൾ ഈ തേനീച്ച കൂട്ടത്തോടെ ഈ കുഞ്ഞിന് നേരെ പാഞ്ഞെടുക്കുകയുണ്ടായി. പക്ഷേ ആ പിതാവിനെ എന്ത് വില കൊടുത്തും തൻ്റെ മകനെ സംരക്ഷിക്കണം, തൻ്റെ മകൻ്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കരുത് എന്നൊരു ദൃഢനിശ്ചയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പിതാവ് ഓടി വന്ന് ആ മകനെ വാരിയെടുത്തിട്ട് അവിടെ തറയിൽ കിടന്നു. പക്ഷേ ഈ തേനീച്ചകളെല്ലാം കൂട്ടം കൂടി ഈ അപ്പനെയായിരുന്നു കുത്തിയത്. അങ്ങനെ തേനീച്ചയുടെ കുത്ത് കിട്ടി. പിന്നെ ചുറ്റുമുള്ള പലരും ഈ തേനീച്ചയിൽ നിന്നും ആ മകനെയും അപ്പനെയും സംരക്ഷിച്ചു. പക്ഷേ അപ്പൻ്റെ നില വളരെയധികം ദാരുണമായിരുന്നു. കാരണം മകൻ ചെയ്തൊരു തെറ്റുകൊണ്ട് അപ്പൻ്റെ ശരീരത്തിന് മുഴുവനായിട്ടും തേനീച്ചയുടെ കുത്തേറ്റു. വളരെയധികം രോഗശൈലിയിലായിപ്പോയി. ഇതൊക്കെ കണ്ടപ്പോൾ ആ മകന് വളരെയധികം ഭാരം തോന്നി. കാരണം തന്നോട് എല്ലാവരും ചെയ്യരുതെന്നൊരു പറഞ്ഞൊരു കാര്യമാണ് താൻ ചെയ്തത്. കാരണം തൻ്റെ ഒരു വളരെ വളരെ വലിയൊരു ഹാബിറ്റാണ് ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് തന്നെ ചെയ്യും. തൻ്റെ അപ്പൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ആ മകന് വളരെയധികം ദുഃഖം തോന്നി. ചുറ്റും നിന്ന് പലരും തന്നെ കുറ്റപ്പെടുത്തി തുടങ്ങി. ഇതെല്ലാം കണ്ടപ്പോൾ തൻ്റെ തെറ്റ് അപ്പൻ്റെ മുൻപിൽ ആ കുഞ്ഞ് ഏറ്റുപറയുകയുണ്ടായി. അപ്പം ഞാനിനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല, എന്നോട് എല്ലാവരും പറഞ്ഞതാണ് അങ്ങനെ ചെയ്യരുതെന്ന്. പക്ഷേ അതൊന്നും കേൾക്കാതെ ഞാൻ തേനീച്ചയുടെ നേരെ കല്ലെറിഞ്ഞത് കൊണ്ടാണ് എനിക്ക് പകരം ഈ തേനീച്ചയുടെ കുത്തെല്ലാം അങ്ങേക്ക് ഏൽക്കേണ്ടി വന്നത്, അപ്പനെ ഏൽക്കേണ്ടി വന്നത്. ഞാനിത് ഒരിക്കലും അപ്പൻ പറയുന്നതിൽ വിപരീതമായിട്ടൊന്നും ചെയ്യില്ല, എല്ലാവരും മുതിർന്നവർ പറയുന്നത് കേൾക്കും, അനുസരിക്കുമെന്ന് പറഞ്ഞ് തൻ്റെ തെറ്റ് ആ അപ്പൻ്റെ മുൻപിൽ ഏറ്റുപറയുകയുണ്ടായി. അപ്പോൾ വലിയൊരു തെറ്റാണ് ആ മകൻ ചെയ്തതെങ്കിലും അവിടെ ആ മകനൊരു താൻ ചെയ്തത് തെറ്റാണെന്നൊരു ഓർമ്മപ്പെടുത്തലും ഒരു ചിന്തയും ഒക്കെ ആ മകൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ ഒരു വലിയൊരു സംഭവത്തിലൂടെ ആ ഒരു മകൻ്റെ ജീവിതത്തിലും ഒരു രൂപാന്തരം ഉണ്ടാക്കുവാൻ കാരണമായി. ഇതുപോലെയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് നമ്മുടെ എല്ലാവരുടെയും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടും പലരും പറഞ്ഞിട്ടും നമ്മൾ ആ തെറ്റുകളൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കാതെ വീണ്ടും പാപത്തിലേക്കും തെറ്റിലേക്കും പോയി. പക്ഷേ നമ്മുടെ പാപങ്ങളും നമ്മുടെ തെറ്റുകളും ഒക്കെ കഴുകിക്കളഞ്ഞു, നമ്മളെ രൂപാന്തരപ്പെടുത്തി, നമ്മളെ ശുദ്ധീകരിച്ചെടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സ്നേഹവും കരുതലും നമ്മുടെ കൂടെ ഉണ്ടെന്നോർത്ത് നമ്മൾ മുൻപോട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുക. നമുക്കിനി അവസാനമായിട്ട് ഒരു കോളും കൂടി വരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, വചനസമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ബിയൂല. ചേച്ചി എവിടുന്നാണ് വിളിക്കുന്നത്? നെയ്യാറ്റിൻകര എന്നല്ലേ? വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഹസ്ബൻഡും മക്കളും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വേദഭാഗമൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചല്ലേ? നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എവിടെയുള്ള പ്രഭുക്കന്മാരാണ് കേവലം ഭോഷന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്? സോവനിലെ. ഇത് ആൻസർ കറക്റ്റാണ്, സോവനിലെ. ചേച്ചി ഇന്നൊരു പാട്ട് പാടുന്നുണ്ടോ? പാടുന്നില്ലല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം: ആരുടെ ഉപദേശമാണ് ഭോഷത്വമായി തീർന്നിരിക്കുന്നത്? ഫറവോന്റെ ജ്ഞാനികളുടെ ഉപദേഷ്ടാക്കളുടെ. അതെ, ആൻസർ കറക്റ്റാണ്,
ഫറവോൻ്റെ ജ്ഞാനമേറിയ ഉപദേഷ്ടാക്കളുടെ. കറക്റ്റാണ് കേട്ടോ. ആ ആ ഇനി ബൈബിളിൽ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥാപാത്രത്തെക്കുറിച്ച് പറയാമോ? എനിക്ക് ബൈബിളിലെ ഏറ്റവും ഇഷ്ടം ഹന്നയാണ്. ഹന്നയാണല്ലേ. ഓക്കെ, ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഹന്ന. ചേച്ചിക്ക് എന്തുകൊണ്ടാണ് ഹന്നയെ ഇഷ്ടം? ഹന്നയ്ക്ക് വീടിനകത്തൊന്നും എന്നെ പ്രതികൂലമൊക്കെ ഉണ്ടായപ്പോഴും മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തെ തന്നെ ആശ്രയിച്ചതാണ് ഇഷ്ടപ്പെടാൻ കാരണം. ഓക്കെ, അപ്പോൾ ഹന്നയുടെ ആ ഒരു പ്രാർത്ഥനയും അതുപോലെ തന്നെയാണ് ചുറ്റുമുള്ള എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ അവരൊന്നും ശ്രദ്ധിക്കാതെ പൂർണ്ണ ആശ്രയം ദൈവത്തിൽ തന്നെ ഏൽപ്പിച്ചത് കൊണ്ടാണല്ലേ? അതെ അതെ അതെ. ഓക്കെ, നമുക്കിനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: സൈന്യങ്ങളുടെ യഹോവ മിസ്രൈമിനെതിരെ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്തെന്ന് അറിയിക്കുവാൻ ആരോടാണ് പറയുന്നത്? മിസ്രൈമിലെ ജ്ഞാനികളോട്. മിസ്രൈമിലെ ജ്ഞാനികളോട്. അതേ ആൻസർ കറക്റ്റാണ്, മിസ്രൈമിലെ ജ്ഞാനികളോട്. ഓക്കെ, ഇനി ബൈബിളിൽ യേശുക്രിസ്തു ചെയ്ത ഏതെങ്കിലും ഒരു അത്ഭുത പ്രവൃത്തിയെക്കുറിച്ച് പറയാമോ? യേശു ചെയ്ത അത്ഭുതങ്ങളില് ലാസറിനെ ഉയർപ്പിച്ചതാണ്. ലാസറിനെ ഉയർപ്പിച്ചത് വളരെ വളരെ വലിയ ഒരു വളരെയധികം മനോഹരമായിട്ടുള്ളൊരു അത്ഭുത പ്രവൃത്തിയാണല്ലേ ലാസറിനെ ഉയർപ്പിച്ചത്. ഓക്കെ, അത് ആ ഒരു അത്ഭുത പ്രവൃത്തി കൂടുതലായിട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? കാരണം രണ്ട് സഹോദരന്മാരാണ് വീട്ടില്. അവർക്കുള്ള ഏകാശയായിരുന്നു ലാസർ. അപ്പൊ ലാസർ മരിച്ചപ്പോ നേരത്തെ യേശുവിന് ആളുകൾക്ക് അറിയിച്ചു. യേശു പിന്നീട് വന്നു അവരുടെ ആ ദുഃഖം മാറ്റി. അതിനേക്കാൾ ഉപരി അവിടെ കൂടി നിന്ന ജനങ്ങളുടെ മധ്യത്തിൽ ഒരു ദൈവിക പ്രവൃത്തി ഉണ്ടായി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൊണ്ടാണല്ലേ. കാരണം ഇനി തൻ്റെ സഹോദരനെ ഇല്ല എന്നോർത്ത ആ രണ്ട് സഹോദരന്മാരും വളരെയധികം ദുഃഖത്തോടെ ഇരിക്കുമ്പോഴാണ് യേശു പെട്ടെന്ന് കടന്നു വരികയും എല്ലാവർക്കും വളരെ വലിയൊരു കൂടി നിന്ന് എല്ലാവർക്കും വളരെ വലിയൊരു അത്ഭുതമായി തീർന്നതാണല്ലേ ആ ലാസറിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. അവസാന ചോദ്യം: ലഹരി പിടിച്ചവൻ തൻ്റെ ഛർദിയിൽ തെറ്റി വീഴുന്നത് പോലെ മിസ്രൈമിനെ അതിൻ്റെ സകല പ്രവർത്തികളിലും തെന്നി വീഴുവാൻ ഇടയാക്കിയിരിക്കുന്നത് ആരാണ്? മിസ്രൈമിലെ ഗോത്രങ്ങളുടെ മൂലക്കല്ലായിരുന്നവർ. അതെ, ആൻസർ കറക്റ്റാണ്, മിസ്രൈമിലെ ഗോത്രങ്ങളുടെ മൂലക്കല്ലായിരുന്നവർ. അപ്പോൾ 4 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. എന്തായാലും ഇന്ന് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ നിന്നും ബ്യൂല ചേച്ചിനെ വിളിച്ചത്. ചേച്ചി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ബൈബിളിലെ ചില കാര്യങ്ങൾ സംസാരിച്ചു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമ്മൾ ആ കുഞ്ഞു കുട്ടിയെയും അതുപോലെ തന്നെയാണ് കുഞ്ഞിൻ്റെ പിതാവിനെയും കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ആ കുഞ്ഞിനൊരു പ്രശ്നം വന്നപ്പോൾ തൻ്റെ പിതാവ് സംരക്ഷകനായി ഇവിടെ നിന്നു. ഇതുപോലെയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. നമുക്കെല്ലാവർക്കും സംരക്ഷകനായി കാവലാളായി നമ്മുടെയൊക്കെ കൂടെ നിന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിന്നും ക്രൂശിക്കപ്പെട്ടു. സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും സംരക്ഷകനായി നമുക്കെല്ലാവർക്കുമായിട്ട് പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിൽ നൽകിയിട്ട് പോയി. ആ ഒരു സംരക്ഷണവും കാവലും എപ്പോഴും നമ്മുടെ എല്ലാവരും ദൈവത്തെ അറിയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും എല്ലാ നാളും ഉണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സംരക്ഷണമാണ് ഈ ഒരു കഥയിലൂടെ ഒരു ഉപമ പോലെ നമുക്ക് പറയുവാൻ സാധിക്കുന്നത്. ആ യേശുവിൻ്റെ സംരക്ഷണം നമുക്ക് ഏവർക്കുമുണ്ട്. അപ്പോൾ നമ്മളും ഒരുപാട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിലും വരാം. നമ്മൾ ചിലപ്പോൾ ദൈവത്തിൽ നിന്നും അകന്നു പോകാം. പക്ഷേ എന്തൊക്കെ ഉണ്ടെങ്കിലും ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തിയെടുക്കും. പക്ഷേ എപ്പോഴും തിന്മയിലോട്ട് പോയാൽ ദൈവം ഒരു നാൾ നമ്മളെ മറക്കും. അതുകൊണ്ട് ചെറിയ തെറ്റുകൾ ജീവിതത്തിൽ വന്നാൽ അതിനെയൊക്കെ ശുദ്ധീകരിച്ച് ഒരു രൂപാന്തരം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത് മുൻപോട്ട് പോയാൽ അത് ജീവിതത്തിൽ എപ്പോഴും നല്ലതായി തീരും. ഏതായാലും വചന സമീക്ഷയുടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.